കുട്ടിയുടെ അമ്മ സംസാരിക്കുകയാണ്. क्या बोलेगा सर? बच्चा मिल गया, मेरा बच्चा गुम हो गया था। मैं सुबह से कुछ भी नहीं मिला, मेरा बच्चा मिल गया। मेरा केरला पुलिस लेके आया। ഉന്മേഷ് ഇപ്പോൾ സന്തോഷം പ്രകടിപ്പിക്കുന്നു. മാത്രമല്ല കേരള പോലീസിന് നന്ദി പ്രകടിപ്പിക്കുകയാണ്. കുട്ടികളുടെ മാതാപിതാക്കൾ വലിയ തരത്തിൽ വലിയ ആശങ്കയിലൂടെ കടന്നുപോയ മണിക്കൂറുകൾക്കൊടുവിൽ കുട്ടിയെ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷം, അതിൽ കേരള പോലീസ് എടുത്ത എഫേർട്ടിനെ ഉൾപ്പെടെ അഭിനന്ദിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നന്ദി പറയുകയാണ്. അവരിപ്പോൾ എന്തായാലും വലിയ ആശ്വാസകരമായ വാർത്ത, 20 മണിക്കൂറിലധികം കേരളത്തെ മുൾമുനയിൽ നിർത്തിയ തലസ്ഥാന നഗരത്തെ അപ്പാടെ വലിയ നിലയിലുള്ള പരിശോധനകളിലേക്ക് എത്തിച്ച ആ കേസിനിപ്പോൾ അത് കുട്ടിയെ കിട്ടി എന്നുള്ള ഒരു ഉത്തരം ലഭിച്ചിരിക്കുന്നു. പക്ഷേ ചോദ്യങ്ങൾ അവസാനിച്ചിട്ടില്ല, ഇനിയും ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ശരി സലീമിലേക്ക് എത്താം. ഇപ്പോൾ ഷഫീദ് റാവുത്തർ കൂടി ചേരുന്നു. കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. ഷഫീദ് റാവുത്തർ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷഫീദ്, ഇത് ഏത് ആശുപത്രിയിലേക്കാണ് കുഞ്ഞിനെ മാറ്റുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ ഷഫീദ്? മണിക്കൂറോളം നീണ്ട കാത്തിരിപ്പ്, അതിനുമപ്പുറത്തേക്ക് അതിന്റെ ആകാംക്ഷ അടക്കമുള്ള കാര്യങ്ങൾക്ക് വിരാമമിടുന്നു. അല്പസമയം മുൻപാണ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ഈ കുട്ടിയെ പോലീസ് കണ്ടെത്തുന്നത്. പോലീസിനൊരു കൺട്രോൾ റൂമിലേക്ക് വന്നൊരു കോളാണ് അതിന് ആധാരമായത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ആശ്വാസകരമായി നമ്മൾ കാത്തിരുന്ന ആ വാർത്ത, കുട്ടിക്ക് കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ല, കുട്ടി ഏതെങ്കിലും തരത്തിൽ ഡിസീസ്ഡ് അല്ല. കുട്ടി പോലീസുമായി സംസാരിച്ചു, അതിനുശേഷമാണ് ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ജനറൽ ആശുപത്രിയിൽ കാര്യമായ പോലീസ് സംവിധാനമുണ്ട്. അല്പസമയം, ഏതാണ്ട് മിനിറ്റുകൾക്ക് മുൻപാണ് ജനറൽ ആശുപത്രിയിലേക്ക് ഈ കുട്ടിയെ എത്തിച്ചത്. നമുക്കറിയാം ഇന്നലെ രാത്രി 12 മണിക്കും അതേപോലെ തന്നെ 1 മണിക്കും ഇടയിലാണ് തിരുവനന്തപുരം ഓൾ സെയിൻസ് കോളേജ് ജംഗ്ഷന് സമീപത്ത് നിന്നുള്ള സ്ഥലത്ത് നിന്ന് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നത്. ശേഷം ഈ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തടക്കം കാര്യമായ പരിശോധന പോലീസ് നടത്തിയിരുന്നു. ആ പരിശോധനയ്ക്കൊടുവിൽ അല്പസമയം മുൻപ്, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് അവിടെ നേരത്തെ ഉപേക്ഷിച്ചതല്ല, അല്പസമയം മുൻപായിരിക്കാം കുട്ടിയെ ഉപേക്ഷിച്ചത്. 15 മിനിറ്റ് മുൻപ്, നേരത്തെ ഒരു 5 മിനിറ്റ് മുൻപ് DCP സംസാരിച്ചപ്പോൾ 15 മിനിറ്റ് മുൻപ് കുട്ടിയെ കണ്ടെത്തി എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ 6 മണിക്ക് ശേഷം മാത്രം, ഇരുട്ട് വീടതിന് ശേഷം മാത്രം കുട്ടിയെ കൊണ്ട് അവിടേക്ക് ഉപേക്ഷിച്ചതാകാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഏതായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അല്പസമയത്തുള്ള ജനറൽ ആശുപത്രിയിലേക്ക് എത്തും. കുട്ടിയുടെ മാതാപിതാക്കൾ ജനറൽ ആശുപത്രിയിലേക്ക് എത്തും. വലിയ ആശ്വാസം. കേരളത്തെ സംബന്ധിച്ച് നീണ്ട കാത്തിരിപ്പ്, ഏതാണ്ട് 20 മണിക്കൂറോളം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് വളരെ ആശ്വാസകരമായ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. കുട്ടിക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളുമില്ല, കുട്ടിക്ക് മറ്റു പ്രശ്നങ്ങളില്ല, ഡിസീസ്ഡ് അല്ല കുട്ടി. മാത്രമല്ല കുട്ടി പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു. ആ ഭയപ്പാട് കുട്ടിക്കുണ്ട്, എന്നതിനപ്പുറത്തേക്ക് കാര്യമായ പ്രശ്നങ്ങളില്ല എന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥിരീകരിച്ച് പറയുന്നുണ്ട്. ഏതായാലും ഏറെ നേരം കേരളം കാത്തിരുന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് കുട്ടിയെ എത്തിച്ചിരിക്കുന്നു. കുട്ടിക്ക് ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമില്ല. മറ്റ് വൈദ്യപരിശോധനാ നടപടികൾ ഇപ്പോൾ പൂർത്തിയാക്കി വരികയാണ്. കേരള പോലീസിനെ സംബന്ധിച്ച്, തലസ്ഥാനത്തെ പോലീസിനെ സംബന്ധിച്ച് വലിയ തരത്തിൽ പഴി കേൾക്കേണ്ടി വന്നൊരു വിഷയമാണ്. ആ പഴിക്കൊടുവിൽ പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനം ഉണർന്നു പ്രവർത്തിച്ചു. മാത്രമല്ല അക്കാര്യത്തിൽ പോലീസിന് ഇപ്പോൾ ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമായ ഒരു വാർത്തയാണ്. കാരണം ഈ സംഭവം ഉണ്ടായ നിമിഷം മുതൽ തിരുവനന്തപുരം സിറ്റി പോലീസ് ഒന്നാകെ ഈ കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചിരുന്നു. 2 ജില്ലകളിൽ, തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ കേന്ദ്രീകരിച്ചും കന്യാകുമാരിയിലേക്കടക്കം പോലീസിന്റെ പരിശോധന വ്യാപിപ്പിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിൽ പലതരത്തിലുള്ള ദുരൂഹതകൾ പോലീസ് സംശയിച്ചു. അങ്ങനെ ഏതാണ്ട് 5:30 പോലീസ് ഇത് തട്ടിക്കൊണ്ടുപോകൽ തന്നെയാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിച്ചേരുന്നത്. ഒടുവിൽ ആ കുട്ടിയെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞു. അതും ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 700 മീറ്റർ മാത്രമാണ് ഈ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദൂരം. ആ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് തന്നെയാണ് കുട്ടിയെ കണ്ടെത്തിയത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരം. പക്ഷേ ഇത് ആര് ചെയ്തു, ആരാണ് ഒപ്പം ഉണ്ടായിരുന്നത്, കുട്ടിയെ ആരാണ് അവിടെ ഉപേക്ഷിച്ചത്, ഏതെങ്കിലും തരത്തിൽ ഈ നാടോടി സംഘത്തിൽ തന്നെ പെട്ട ആളാണോ, അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ, ഇതടക്കമുള്ള 100 ചോദ്യങ്ങൾ ബാക്കിയാണ്. ആ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ ഉത്തരം വരും മണിക്കൂറുകളിൽ പോലീസിനെ കണ്ടെത്തേണ്ടതായിട്ട് വരും. അതിലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും കുട്ടിയുടെ മാതാപിതാക്കൾ ഇപ്പോൾ എത്തുകയാണ്. കുട്ടിയുടെ മാതാപിതാക്കൾ ജനറൽ ആശുപത്രിയിലേക്ക്, തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് അച്ഛനും അമ്മയും ബീഹാർ സ്വദേശികളാണ്, തേൻ വിൽപ്പന ജോലിക്ക് വേണ്ടി വന്നവരാണ്. രണ്ടുപേരും ഇപ്പോൾ ജനറൽ ആശുപത്രി പരിസരത്തേക്ക്. പോലീസിന്റെ മുഖത്ത് കാര്യമായ സന്തോഷം കാണാം. സ്വാഭാവികമായും പോലീസിനെ സംബന്ധിച്ച് വലിയൊരു തലവേദന ഒഴിഞ്ഞു. ഇപ്പോൾ ആ ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.